ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി 16 മാസത്തിലേറെ ഗാസയിൽ തടവിലാക്കിയ 4 ബന്ദികളുടേതെന്ന് കരുതുന്ന മൃതദേഹങ്ങൾ ഇസ്രായേലിന് തിരികെ നൽകി. ഈജിപ്തിന്റെ മധ്യസ്ഥതയോടെ കെരീം ഷാലോം ക്രോസിംഗിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. 85 വയസ്സുള്ള ഷ്ലോമോ മൻസൂറി, ഇറ്റ്സിക് എൽഗരത്ത്, സാമി ഇഡാൻ, ഒഹാദ് യഹലോമി എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരിക. തട്ടിക്കൊണ്ടുപോകുമ്പോൾ എൽഗരത്തിന് 69 വയസ്സായിരുന്നു. ഇഡാനും യഹലോമിക്കും 49 വയസ്സും. അവരുടെ മരണം ഇസ്രായേൽ പ്രതിരോധ സേന മുമ്പ് പ്രഖ്യാപിച്ചിരുന്നില്ല. നെതന്യാഹുവിന്റെ കനത്ത താക്കീതിനെ ഭയന്ന് ബിബാസ് കുടുംബങ്ങളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുമ്പോൾ ഹമാസ് നടത്തിയ നാടകീയതകളൊന്നും ഇത്തവണ ഭീകരർ നടത്തിയിരുന്നില്ല. കൊല്ലപ്പെട്ട 4 ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങൾക്ക് പകരമായി 100 കണക്കിന് പാലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക. എന്നാൽ ഹമാസ് ആവശ്യപ്പെട്ടതുപോലെ എല്ലാ തടവുകാരെയും ഒരുമിച്ച് വിട്ടയക്കുവാനുള്ള സാധ്യത കുറവാണ്. ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ജീവപര്യന്തം തടവ് വിധിച്ചവരുൾപ്പെടെ 602 പേരെയാണ് വിട്ടയക്കുക. ഹമാസ് മോചിപ്പിച്ച 6 പേർക്ക് പകരമായി ഈ സംഘത്തെ മോചിപ്പിക്കുവാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച ബിബാസ് കുടുംബത്തിലെ അമ്മ ഷിറി ബിബാസിന്റെയും 2 കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ പ്രദർശിപ്പിച്ചതുൾപ്പെടെ ഭീകരസംഘം നടത്തിയ അപമാനകരമായ ചടങ്ങുകൾ ഹമാസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നെതന്യാഹു ശനിയാഴ്ച ഇസ്രായേലിലെ പാലസ്തീൻ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുവാൻ ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ബന്ദി കൈമാറ്റത്തിന് ഇസ്രായേൽ വീണ്ടും തയ്യാറായത്.